വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകളുടെ വയറിൽ സംഭവിക്കുന്ന 3 സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുന്നത് അവരുടെ വയറിൽ തന്നെയായിരിക്കും അല്ലെ. അങ്ങനെ പ്രഗ്നൻസി സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എന്തെല്ലാമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വയറിലെ ചൊറിച്ചില് അനുഭവപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ വയറ് ഒന്ന് വലുതായി വരുന്ന സമയത്ത് പലർക്കും ഒരു സ്ട്രെച്ച് മാർക്സും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. ഇത് പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് തുടക്കത്തിലും ഉണ്ടാകാറുണ്ട്. തുടക്കത്തിൽ ഈ ഒരു ലക്ഷണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഫസ്റ്റ് പ്രഗ്നൻസി ഉണ്ടാകുന്ന സ്ത്രീകൾക്കാണ്. ഫസ്റ്റത്തെ പ്രഗ്നൻസി ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് അവരുടെ യൂട്രസ് അവരെ ആ ഒരു പ്യൂബർട്ടി സ്റ്റേജിൽ എത്തിയിട്ടുള്ള ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിലായിരിക്കും നമ്മുടെ യൂട്രസ് സ്ഥിതി ചെയ്യുന്നത്. ഒരു എക്സ്പാൻഡും അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല, ഒരു എക്സ്പാൻഷനും അവിടെ സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ ഇംപ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഭ്രൂണം ചെറുതായിട്ടൊന്ന് വളർന്ന് അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും അതിന് അവിടെ കുടികൊള്ളാൻ പാകത്തിനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവില്ല. അങ്ങനെ വളരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആവാനായിട്ട് തുടങ്ങും. തീരെ വയറില്ലാത്ത സ്ത്രീകൾക്കൊക്കെ ഈ ഒരു സ്ട്രെച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യത്യാസം അവരുടെ വയറിൽ തുടക്കത്തിലേ ഉള്ള ഒരു സ്റ്റേജിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അവരുടെ വയറ് ഒന്ന് വലിഞ്ഞു തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് പലർക്കും തന്നെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ ഉള്ള ഒരു ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഒന്ന് ചൊറിച്ചിൽ അനുഭവപ്പെട്ട് തുടങ്ങുന്നത്. നമുക്ക് ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മൾ ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല, ജസ്റ്റ് അങ്ങോട്ട് മാന്തുക അങ്ങനെ വിടുക, ആ ഒരു രീതിയായിരിക്കും പലർക്കും ഉണ്ടാകുന്നത്. ഇത് ഇംപ്ലാന്റേഷൻ നടന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ കുഞ്ഞ് വളരുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്ന് പലരും തന്നെ ചിന്തിക്കാറില്ല. ഏകദേശം ഒരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഒരു രണ്ടാമത്തെ ആഴ്ചയാകുമ്പോഴായിരിക്കും ഈ ഒരു ഗ്രോത്ത് കൃത്യമായിട്ട് അങ്ങോട്ട് വരികയും അങ്ങനെ നമുക്ക് ആ ഒരു ചേഞ്ചസ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് വയറിൽ ഒരു കല്ലപ്പ് അനുഭവപ്പെടുക. വയറിൽ കല്ലപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമുക്കിപ്പോൾ ഗ്യാസ് വന്ന് നമ്മുടെ വയറിലൊന്ന് തിങ്ങി കഴിയുമ്പോഴേക്കും നമ്മൾ വയറൊന്ന് ഉള്ളിലോട്ടാക്കി നോക്കുമ്പോൾ നമ്മളൊട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. ജസ്റ്റ് ഒരു തടസ്സം നമുക്ക് അവിടെ ഫീൽ ചെയ്യും. നമ്മളല്ലാത്ത സമയത്ത് വയർ അങ്ങോട്ട് ഉള്ളിലോട്ടാക്കുമ്പോഴേക്കും ജസ്റ്റ് അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുന്ന വയറ് നമുക്ക് ആ ഒരു പ്രഗ്നൻസി അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു ജീവനുണ്ട്. ഒരുപാട് ലെയറുകൾക്ക് അകത്താണ് ആ ഒരു ജീവൻ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കൂടി തന്നെയും നമുക്ക് ആ ഒരു കല്ലപ്പ് അവിടെ ശരീരത്തിൽ ഫീൽ ചെയ്യും. വയറിൽ എന്തോ ഉള്ളതുപോലെയുള്ള ഒരു ഹെവിനെസ്. സാധാരണയായിട്ടുള്ള സിറ്റുവേഷനുകളിൽ നമുക്ക് വയറിൽ ഗ്യാസ് വന്ന് തിങ്ങുമ്പോഴേക്കും നമുക്കൊരു ഹെവിനെസ് അവിടെ ഫീൽ ചെയ്യില്ലേ. ഇതേ ഹെവിനെസ് തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഫീൽ ചെയ്യാറുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഗ്യാസ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണങ്ങളും നമ്മൾ കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഗ്യാസ് കയറുന്ന തരത്തിൽ നമ്മൾ ഭക്ഷണം ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഈ ഒരു സെൻസേഷൻ ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രഗ്നന്റ് ആയതുകൊണ്ടും കൂടി ആകാം. മൂന്നാമത്തെ ഒരു വ്യത്യാസം നമ്മുടെ വയറിൽ ഉണ്ടാകുന്നത് നമുക്ക് വേദന വയറിൽ അനുഭവപ്പെടുന്നതാണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന വയറുവേദന എന്ന് പറയുന്നത് വയറിൽ കുത്തുന്നത് പോലെയുള്ളൊരു വേദന, കൊളുത്തി വലിക്കുന്നത് പോലെയുള്ളൊരു വേദന. അതുപോലെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന വന്നും പോയി ഇരിക്കുക. വലിഞ്ഞു മുറുകുന്നത് പോലുള്ളൊരു വേദന നമുക്ക് ഉണ്ടാവുക. ഈ വലിഞ്ഞു മുറുകുന്നത് പോലുള്ളൊരു വേദന നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ആ ഒരു മസിൽസ് ആ ഒരു സമയത്ത് അങ്ങോട്ട് സ്ട്രെച്ച് ആവുമല്ലോ. ഈ ഒരു സ്ട്രെച്ച് ആകുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ ഒരു വലിഞ്ഞു മുറുകുന്നത് പോലുള്ളൊരു വേദനയൊക്കെ അനുഭവപ്പെടുന്നത്. അതിനുശേഷം ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഡേയ്സിനകത്ത് നമുക്ക് ഈ ഒരു വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് അനുഭവപ്പെടുന്ന വേദന എന്ന് പറയുന്നത് നമുക്ക് പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലെയുള്ള ഒരു വേദനയായിരിക്കും. പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലെ നമുക്ക് വേദന ഉണ്ടാകുന്നത് നമ്മൾ ആ ഒരു പ്രഗ്നൻസി ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മുടെ ആ ഒരു യൂട്രസ് ഒന്ന് വലുതാകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയ ചെറിയ പെയിൻസും ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും ഉണ്ടാകും. ഈ ഒരു വേദന ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊന്ന് സാമ്യപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് നമ്മൾ പീരിയഡ്സ് ആകാൻ പോകുന്നതിന് മുൻപ് നമുക്ക് മൈൽഡ് ആയിട്ടുള്ളൊരു വേദന തുടങ്ങില്ലേ, ഒരിക്കലും ഹെവി ആയിട്ടുള്ള ഒരു വേദന ആയിരിക്കില്ലല്ലോ അത്. അങ്ങനെ ചെറിയ ചെറിയ മൈൽഡ് ആയിട്ടുള്ളൊരു വേദന നമുക്ക് അനുഭവപ്പെട്ട് തുടങ്ങാം. ആ ഒരു വേദന നമുക്ക് കൂടില്ല, ആ ഒരു ലെവലിൽ തന്നെ ഈ ഒരു വേദന അങ്ങോട്ട് നിൽക്കും. പീരിയഡ്സിന്റെ ഒരു ദിവസം മുൻപ്, എക്സാക്ട് നമുക്ക് പീരിയഡ്സ് ആകുന്നതിന് ഒരു ദിവസം മുൻപ് തന്നെ ചിലർക്കൊക്കെ പീരിയഡ്സ് ആകുന്നത് പോലുള്ള ഒരു വേദന വരില്ലേ, അങ്ങനെ ആ വേദന വന്ന് തന്നെ നിൽക്കുക. പീരിയഡ്സിന്റെ ഒരു ഫസ്റ്റ് ഡേ വരെയൊക്കെ നമുക്ക് ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു വേദനയായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ളൊരു വേദനയായിരിക്കും നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന ഒരു സമയത്തും പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്കും ഫീൽ ചെയ്യുന്നത് കേട്ടോ. എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്കിത് ഒരുപാട് ഫീൽ ചെയ്തിരുന്നു. കാരണം എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയാണ്. അത്രയും നാൾ വരെ നമ്മുടെ യൂട്രസിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ക്ലീൻ ആണ്.
അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു ഫസ്റ്റ് പ്രഗ്നൻസി അവിടെ ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകുന്നു, ഒന്ന് വലിഞ്ഞങ്ങോട്ട് മുറുകുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരുമ്പോഴേക്കും പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള ഒരു വേദന, ബ്ലഡ് എവിടെയോ വന്ന് കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ബ്ലഡ് വരാത്തതാണോ, ഞാൻ അനീമിക്കാണോ, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണോ ഇങ്ങനെ വരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് പോകുന്ന തരത്തിലുള്ളൊരു വേദന. എവിടെയെങ്കിലും ബ്ലഡ് നമുക്ക് ലോ ആയിട്ട് ബ്ലഡ് വരുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലെ ബ്ലഡ് ഇല്ലാത്തത് കൊണ്ടായോ, അയണിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെയുള്ളൊരു വേദനയായിരുന്നു എനിക്കുണ്ടായത്. അതിനുശേഷം പീരിയഡ്സ് മിസ്സായിട്ട് ഒരു 10ാമത്തെ ദിവസമൊക്കെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴായിരുന്നു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയത് കേട്ടോ. അതിന് മുൻപ് തന്നെ എനിക്ക് വോമിറ്റിംഗ് ഒക്കെ തുടങ്ങിയിരുന്നു. അപ്പം അങ്ങനെയുള്ള വേദന ഇപ്പോൾ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ആ ഒരു വേദന ഉണ്ടാവുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഒരു കസിനും ഈ ഒരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു വേദന അവർക്ക് ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ നീ ഒന്ന് ബോഡി ശ്രദ്ധിക്കുക, കാരണം ഞങ്ങളുടെ റൂം മുകളിലാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ജെറ്റ് വിട്ട പോലെ കയറി ഇങ്ങനെ പോരുമ്പോഴേക്കും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ശ്രദ്ധിക്കണം, ചിലപ്പോൾ അത് പീരിയഡ്സ് ആയിരിക്കില്ല, പ്രഗ്നൻസി ആയതുകൊണ്ടും അങ്ങനെ സംഭവിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വേദന ഇപ്പോൾ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ടൈപ്പ് വേദനകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ ഇത്തരത്തിലുള്ള ഡിസ്കംഫർട്ടുകളാണ് ഏറ്റവും കൂടുതൽ പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് അവളുടെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. അതിനുശേഷം ഈ ഒരു വേദനയൊക്കെ നമുക്ക് ഉണ്ടാകുന്നതിന്റെ അളവ് കുറവായിരിക്കും. കാരണം പിന്നീട് അങ്ങോട്ട് പയ്യെ ആ ഒരു ഗ്രോത്ത് വരുമ്പോഴേക്കും നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു വേദന നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. അതിനുശേഷം ഒരു ഫസ്റ്റത്തെ ട്രൈമസ്റ്ററൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ തുടക്കത്തിലൊക്കെ നമുക്ക് ഈ ഒരു വേദന ഉണ്ടാവുമെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് ഉണ്ടാവില്ല. പിന്നെ നമുക്കൊരു ലാസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ കുഞ്ഞിങ്ങനെ തിരിഞ്ഞ് വരുന്ന സമയത്തായിരിക്കും നമുക്കിങ്ങനെ ഹെവി ആയിട്ടും ഷാർപ്പായിട്ടും ഒക്കെയുള്ള വേദനകൾ അനുഭവപ്പെടുന്നത്. ഇതിനോടൊപ്പം തന്നെ പ്രഗ്നന്റ് ആകുന്നുണ്ടെങ്കിൽ മറ്റുള്ള ബ്രസ്റ്റിലൊക്കെ ചേഞ്ചസ് നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഒരു ചേഞ്ചസ്, ഒരു ഡിസ്ചാർജോ, ഒരു വ്യത്യാസങ്ങളോ നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ കൂടി തന്നെയും നിങ്ങൾ പീരീഡ് മിസ്സാകുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. പീരീഡ് മിസ്സായതിനു ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 5 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. കാരണം ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിന് ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിനുള്ള HCG ഹോർമോണിന്റെ ലെവൽ നമ്മുടെ യൂറിനിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രഗ്നൻസി ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ളൊരു ലെവലിലോട്ട് ഇത് എത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 5 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതിനുശേഷം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു 2 ദിവസമൊക്കെ അടുപ്പിച്ച് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ, സ്റ്റിൽ നിങ്ങൾക്ക് പീരിയഡ്സ് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ബീറ്റ HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ബീറ്റ HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ HCG ഹോർമോണിന്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. 5 യൂണിറ്റിനേക്കാളും മുകളിലാണ് ഉള്ളതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പ്രഗ്നൻസി ആയിട്ടുണ്ട്. ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ കാണുകയും ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.